നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിൽ കൊല്ലം ചെമ്മാമുക്കിലുണ്ടായ സംഭവം. കാറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിയെ അവരുടെ ഭർത്താവ് മറ്റൊരു കാറിലെത്തി പെട്രോൾ ആ കാറിലേക്ക് ഒഴിച്ച് അഗ്നിക്കിരയാക്കി. ഭാര്യ വെന്തു മരിച്ചു. ഈ ഒരു സംഭവം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ്. ഏതായാലും പിന്നീട് സൈബർ ഇടങ്ങളിലൊക്കെ ഈ ഒരു ഭർത്താവിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരുപാട് കമന്റുകൾ ഒരുപാട് ആളുകൾ പറയുകയുണ്ടായി. അതിനൊക്കെ കാരണമെന്ന് പറയുന്നത് പത്മരാജൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ അമ്മായിയമ്മ, അതായത് മരണപ്പെട്ട സ്ത്രീയുടെ അമ്മ തന്നെ സോഷ്യൽ മീഡിയയിലെത്തി അവര് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. തന്റെ മകളാണ് കുഴപ്പക്കാരി, മരുമകനല്ല. മരുമകൻ ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി ക്ഷമിച്ചു. തീരെ നിവർത്തി ഇല്ലാതെ വന്നപ്പോഴാണ് ആ ഒരു സംഭവത്തിലേക്ക് ചിലപ്പോ അദ്ദേഹം എത്തിയിട്ടുണ്ടാകുക എന്നതടക്കം ഒരു പറയുകയുണ്ടായി. സ്വന്തം മകള് തള്ളി പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഈ ഒരു അമ്മ ആ ഒരു സോഷ്യൽ മീഡിയയിൽ വരികയും കാര്യങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിച്ചതും. ഏതായാലും കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ജയിലിൽ നിന്നും കഴിഞ്ഞ ദിവസം പത്മരാജനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിലും അതുപോലെ അദ്ദേഹം പെട്രോൾ ബങ്കിലും അതുപോലെ അദ്ദേഹത്തിന്റെ കാറ്ററിംഗ് യൂണിറ്റിലും ഒക്കെ എത്തിച്ചിരുന്നു. ഇവിടെ നിന്നുമാണ് അദ്ദേഹം ഈ കന്നാസ് എടുത്ത് കൊണ്ടുപോയി പെട്രോൾ വാങ്ങിയതടക്കം എല്ലാം അദ്ദേഹം വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. ഏതായാലും പിന്നീട് അദ്ദേഹം വാഹനത്തിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ മകളെ കാണുകയുണ്ടായി. വീടിന് വാതിലിൽ ഇങ്ങനെ നിഷ്കളങ്കമായി നിന്ന ആ ഒരു മോള് അദ്ദേഹത്തെ കണ്ടപാടെ പൊട്ടിക്കരഞ്ഞു. വാഹനത്തിൽ കയറാൻ പോയ പത്മരാജൻ ഇറങ്ങി വന്ന് മോളെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂട്ട കരച്ചിലായി. അതിനൊക്കെ ശേഷം മോളെ ആശ്വസിപ്പിച്ചതിനൊക്കെ ശേഷം പത്മരാജൻ നേരെ മുകളിലത്തെ നിലയിൽ കയറി അദ്ദേഹത്തിന്റെ അമ്മായിയമ്മ, ഈ മരണപ്പെട്ട സ്ത്രീയുടെ അമ്മയെ കണ്ടു. അവരെയും കണ്ട് കുട്ടി കരഞ്ഞു. ശേഷമാണ് അദ്ദേഹം അവരെയും ഒക്കെ സമാധാനിപ്പിച്ചിട്ടാണ് അവിടെ നിന്നും തിരികെ പോയത്. വളരെ വൈകാരികമായ രംഗങ്ങൾക്കാണ് അവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ ഇത് കാണാനെത്തിയവരുമൊക്കെ കണ്ട കാഴ്ച. രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് കരയുന്ന പത്മരാജന് അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥ കണ്ടു നിന്നവർക്ക് പോലും സഹിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഒരു പുരുഷൻ സഹിക്കുന്നതിൻ്റെ അങ്ങേ അറ്റം സഹിക്കുക, അതിനൊക്കെ ശേഷമാണ് ഈ ഒരു കൃത്യത്തിലേക്ക് അദ്ദേഹം നടന്നെടുത്തത്. മാത്രവുമല്ല, അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ മകളുടെ ജീവിതം സേഫാക്കാൻ വേണ്ടി അദ്ദേഹം ഇന്നുവരെ സമ്പാദിച്ചതും അദ്ദേഹത്തിന്റെ പേരിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ഉള്ളതെല്ലാം മകളുടെ പേരിലേക്ക് മാറ്റിയ ശേഷമാണ് അദ്ദേഹം ഈ കുറ്റകൃത്യം നടത്തിയത് എന്നാണ് നമുക്കറിയാൻ കഴിയും. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രതിക്ക് ഇത്രയധികം ജനപിന്തുണ കിട്ടുന്ന മറ്റൊരു കേസ് ഉണ്ടായിട്ടില്ല. സ്വന്തം ഭാര്യയെ വകവരുത്തിയ ഒരു ഭർത്താവിനെ സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ അവസ്ഥയെ മാനിച്ചുകൊണ്ട് കമന്റുകൾ ഇടുകയും സംസാരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നടന്നു വരുന്നത്. പത്മരാജൻ എന്ന വ്യക്തി കുറ്റക്കാരൻ അല്ലാതാകുന്നില്ല. അദ്ദേഹത്തിന് കോടതി, ഇവിടുത്തെ പരമോന്നത നീതിപീഠം വഹിക്കുന്ന ശിക്ഷ തന്നെ നൽകണം. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥയിൽ ജനങ്ങൾ, ഇവിടുത്തെ കേരള ജനങ്ങൾ അല്ലെങ്കിൽ ലോക മലയാളികളെല്ലാം ഹൃദയത്തിൽ അദ്ദേഹത്തിന് മോശക്കാരനാക്കുന്നില്ല. അദ്ദേഹത്തെ നല്ല ഒരു വ്യക്തിയായി തന്നെയാണ് അവരെല്ലാം കണക്കാക്കപ്പെടുന്നത്.